ാണ് അവിടെ അല്പസമയത്തിനകം തന്നെ VS എത്തും. വാഹനം റിക്രിയേഷൻ ഗ്രൗണ്ടിനോട് അടുക്കുകയാണ്. സജിത്ത് അവിടെ നിന്ന് ചേരുന്നു. സജിത്ത്, പൊതുദർശനം നിശ്ചയിച്ച ഇടത്തേക്ക് വളരെ വേഗത്തിൽ വാഹനം എത്തുന്നുണ്ട് എങ്കിൽ പോലും റോഡിന് ഇരുവശവും കാത്തുനിൽക്കുന്ന മനുഷ്യരെ നിരാശരാക്കാൻ പറ്റുന്നില്ല. അവർ മുദ്രാവാക്യം വിളികളോടെ ആ വാഹനത്തെ പൊതിയുന്നു. പലയിടങ്ങളിലും ആ വാഹനത്തിന് നിർത്തേണ്ടി വരുന്നു. വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ DCC ഓഫീസിനും റിക്രിയേഷൻ ഗ്രൗണ്ടിനും ഇടയിൽ. പക്ഷേ തടസ്സമാകുന്നത് ജനപ്രവാഹമാണ്. സജിത്ത് അവിടെ നിന്ന് വിവരങ്ങൾ നൽകും. റിക്രിയേഷൻ സെന്ററിലേക്ക് അടുക്കുകയാണ് VSനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം. പക്ഷേ ജനങ്ങളുടെ ആരവം നമുക്ക് കേൾക്കാം. മുദ്രാവാക്യം വിളികളോടെ ഇത് VSനെ കാത്തു നിൽക്കാൻ, VSന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്താൻ കാത്തു നിൽക്കുന്നവരുടെ നിരയാണോ, അതോ അല്ല റോഡിൽ VSനെ കാത്തു നിൽക്കുന്ന മനുഷ്യരാണ്. VSന്റെ വാഹനം കടന്നു പോകുമ്പോൾ ഒരു നോക്ക് കാണാൻ റോഡിൽ കാത്തു നിൽക്കുന്ന മനുഷ്യരാണ്. അവർ മുദ്രാവാക്യം വിളികളോടുകൂടി, കണ്ണേ കരളെ വിളികളോടുകൂടി VSനെ യാത്രയയക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ 22.5 മണിക്കൂർ നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരത്തെ ദർബാർ ഹാൾ മുതൽ പുന്നപ്രയിലെ വേലിക്കകത്തെ വീട്ടിൽ വരെ നമ്മൾ കണ്ടതാണ്. വേലിക്കകത്ത് വീട് വരെ നമ്മൾ കണ്ടതാണ്. അണമുറിയാത്ത മനുഷ്യമതിൽ തീർത്ത് മനുഷ്യർ റോഡിന് ഇരുവശവും നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ആവർത്തനമാണ് ഇപ്പോഴും. DCC ഓഫീസിൽ നിന്ന് ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കുള്ള ചെറിയ ദൂരം, പക്ഷേ അത് താണ്ടാൻ ഏറെ സമയം എടുക്കേണ്ടി വരുന്നു. കാരണം വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്ന മനുഷ്യരാണ്. VSന്റെ വാഹനം കടന്നു പോകുമെന്നറിഞ്ഞ് അവിടേക്ക് എത്തിയ മനുഷ്യരാണ്. ഇപ്പോൾ അല്പം വേഗത്തിലായിട്ടുണ്ട് യാത്ര. ഉടൻ തന്നെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് VSനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുദർശനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർണ്ണമാണ്. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ജനകീയനായ പ്രതിപക്ഷ നേതാവ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, തൊഴിലാളി വർഗ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ നേതാവ്, സ്വാതന്ത്ര്യത്തിനും ഐക്യ കേരളത്തിനും മുന്നേ തന്നെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതിയ, ദിവാനെതിരെ പൊരുതിയ, ദിവാന്റെ പോലീസുകാരോട് പൊരുതിയ, അവകാശങ്ങൾക്ക് വേണ്ടി പോരടിച്ച, അവകാശങ്ങൾ നേടിയെടുക്കാൻ ഒരു കൂട്ടം മനുഷ്യരെ പരുവപ്പെടുത്തിയ വീരസഖാവാണ്. ഏറെ മർദ്ദനങ്ങൾ, കൊടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ മനുഷ്യനാണ്. അതിൻ്റെ മുറിപ്പാടുകൾ ഇപ്പോഴും ആ ശരീരത്തിൽ പേറുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് വിട നൽകാൻ ആലപ്പുഴയുടെ വിപ്ലവ മണ്ണ് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് ഇരച്ചെത്തുകയാണ്. സജിത്ത് വീണ്ടും ചേരുന്നു. സജിത്ത്, എത്രയെത്ര ഓർമ്മകൾ നെഞ്ചേറ്റിക്കൊണ്ട്, തലമുറകൾ കൈമാറിയ എത്രയെത്ര ധീര പോരാട്ടങ്ങളുടെ ഓർമ്മകൾ നെഞ്ചേറ്റിക്കൊണ്ടാണ് അവിടെ ആ മനുഷ്യർ പുറത്ത് കാത്തു നിൽക്കുന്നതെന്ന് നമുക്കറിയാം. അവർക്ക് VSനെ ഒരു നോക്ക് കാണണം. തങ്ങളുടെ ധീര സഖാവിന് കണ്ണീരിൽ കുതിർന്ന, കണ്ടമിടറിക്കൊണ്ടുള്ള ഒരു മുദ്രാവാക്യം വിളിയോടുകൂടിയുള്ള ഒരു യാത്രയയപ്പ് അവർ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കാത്തു നിൽക്കുന്ന മനുഷ്യരാണ്. എത്രയെത്ര നേതാക്കന്മാരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കേരളം ഇതിനു മുൻപ് ഇങ്ങനെ ഒരു യാത്രയയപ്പിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ സജിത്ത്? അപൂർവങ്ങളിൽ അപൂർവം രേണുക, അങ്ങനെ തന്നെയാണ്. അതാണ് ഈ യാത്രയപ്പിന് എന്റെ പ്രത്യേകത. ഇനിയും ഇങ്ങനെ ഒരു യാത്രയപ്പ് ഇനി ഉണ്ടാകുമോ, അതും ഒരു ചോദ്യമാണ്. മറ്റൊരു ചോദ്യം, ഇനി മറ്റൊരു VS ഉണ്ടാകുമോ എന്ന ചോദ്യം. അങ്ങനെ VS മടങ്ങുമ്പോൾ ഉയർത്തുന്ന ചോദ്യങ്ങൾ, അതിന്റെ വൈകാരിക തലങ്ങൾ പലതാണ്. ആലപ്പുഴ എന്ന വിപ്ലവ മനസ്സിന് പല മുഖങ്ങളുണ്ട്. ആലപ്പുഴയിലൂടെ വളർന്നു വന്ന് കേരളത്തിൽ പടർന്നു പലന്തരിച്ച രാഷ്ട്രീയ നേതാക്കൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ VSനോളം തലപ്പൊക്കമുള്ള ഒരു നേതാവ് ആലപ്പുഴയിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ചരിത്രം. അതാണ് ഇവിടെ കാണാനുമാവുന്നത്. തന്റെ 16ാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്ന VSന് ആലപ്പുഴ കരുത്തായിരുന്നു. ആലപ്പുഴയുടെ ജില്ലാ സെക്രട്ടറിയായി ഇരുന്നു കൊണ്ടാണ് VS സുപ്രധാനമായ രാഷ്ട്രീയ നീക്കങ്ങളും ചുവടുവലിക്കുന്നത്. ആലപ്പുഴയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം വിവാഹ ജീവിതത്തിലേക്കും കടന്നുവരുന്നത്. അങ്ങനെ ആലപ്പുഴ എന്ന ഇടം VSനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ആലപ്പുഴയുടെ മണ്ണിലേക്ക് VSന്റെ വിലാപയാത്ര കടന്നു വന്നപ്പോൾ തന്നെ ആവേശം അങ്ങേയറ്റം പ്രകടമാണ് താൻ. അങ്ങനെ VS എന്ന വ്യക്തി, VS അച്യുതാനന്ദന്റെ വ്യക്തി
അദ്ദേഹം ഈ വിപ്ലവ മണ്ണിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അത് വികാര വായ്പകൾ അതിന്റെ പാരമ്യത്തിലെത്തുക എന്നത് സ്വാഭാവികമാണ്. അത് തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റൊന്ന്, ജനക്കൂട്ടം, അതാണ് VS. ജനം എന്നാൽ പൊതുജനങ്ങളുടെ അഭിപ്രായം, പൊതുജനങ്ങളുടെ വിഷയങ്ങളുടെ ഇടപെടൽ, അല്ലെങ്കിൽ VSന് വേണ്ടി ഉയർത്തുന്ന ശബ്ദങ്ങൾ, ഇതൊക്കെ VS എന്ന വ്യക്തിയെ നിർണായകമാക്കിയിരുന്നു കാലങ്ങളിൽ. അത് നമുക്ക് മുൻകാല അനുഭവങ്ങളും പലതുണ്ട്. സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടപ്പോൾ പോലും ജനക്കൂട്ടം തെരുവിലിറങ്ങി പ്രതിഷേധമറിയിച്ചപ്പോൾ പാർട്ടി തീരുമാനം തിരുത്തേണ്ടി വന്നപ്പോഴും അവിടെ VSന് കരുത്തായത് ജനങ്ങളാണ്, ജനങ്ങളുടെ ശബ്ദമാണ്. ഇവിടെയും ഉയരുന്നത് അതാണ്, സമാനമായ കാഴ്ചയാണ്. മറ്റൊന്നുകൂടി ഓർക്കുക, എത്ര നാളുകളായി VS രാഷ്ട്രീയ രംഗത്ത് നിന്നും അല്ലെങ്കിൽ സജീവമായ പൊതുപ്രവർത്തന മേഖലയിൽ നിന്നും മാറി നിന്നിട്ട് രോഗശൈലിയിലായിരുന്നു അദ്ദേഹം. ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ദീർഘനാളുകളായി നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിന്നും മാറി നിന്ന വ്യക്തിയാണ് VS. പക്ഷെ ഇതൊന്നും അദ്ദേഹത്തിന് അവസാന യാത്രയപ്പ് നൽകേണ്ടി വരുമ്പോൾ അതൊന്നും ഒരു വിഷയമായി മാറില്ല. കാരണം അത്ര അധികം വികാര വായ്പകളുമായി ജനക്കൂട്ടം തടിച്ചുകൂടുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ വിലാപയാത്രയും ഈ കാഴ്ചകളും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. ഇനി ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലെ ഈ വലിയ ഇവിടേക്ക് ആളുകൾ എത്തുമ്പോൾ ആളുകൾക്ക് പൊതുദർശനം നൽകാനുള്ള വലിയ ഒരുക്കങ്ങൾ, അവർക്കിടയിലേക്ക് ഇനി ആളുകൾ കടന്നു വരിക എന്നതാണ്. തീർച്ചയായും അവിടേക്ക് അല്പസമയത്തിനകം തന്നെ VSനെ എത്തിക്കും. എല്ലാവരും കാത്തിരിക്കുകയാണ്. VSന്റെ യാത്ര അവിടേക്ക് അടുക്കുകയാണ്, വാഹനം അവിടേക്ക് അടുക്കുകയാണ്. പക്ഷേ റോഡിന് ഇരുവശവും കാത്തു നിൽക്കുന്ന നൂറ് മനുഷ്യരെ നമുക്ക് കാണാം. അവസാനമായി VSനെ ഒരു നോക്ക് കാണാൻ ആലപ്പുഴയുടെ മണ്ണിലേക്ക് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഒഴുകിയെത്തിയ മനുഷ്യർ, അവർ മുദ്രാവാക്യം വിളികളോടുകൂടി ആ വാഹനത്തെ പൊതിയുകയാണ്. ഓരോ നേതാവിനെ സംബന്ധിച്ചും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ജനങ്ങൾക്ക് വേണ്ടി നിന്നാൽ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്കൊപ്പം നിന്നാൽ, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിന്നാൽ, അവരുടെ ഇടനെഞ്ചിൽ ഓരോ നേതാവിനും അവർ ഒരു സ്ഥാനം നൽകുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ VS പകർന്നു നൽകിയ സ്നേഹം, കരുതൽ, അത് തിരിച്ചു നൽകുകയാണ്. അതിൻ്റെ എത്രയോ മടങ്ങ് ഇരട്ടിയായി അവർ തിരിച്ചു നൽകുകയാണ്. അവസാന യാത്രയയപ്പിൽ നമ്മൾ കാണുന്നത് VS സഞ്ചരിച്ചത് തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള ചെറിയ ദൂരമാണ്. പക്ഷേ അവിടമെത്താൻ 22.5 മണിക്കൂർ അദ്ദേഹത്തിന് യാത്ര ചെയ്യേണ്ടി വന്നു. അത്രമാത്രം പതിയെ യാത്ര ചെയ്യേണ്ടി വന്നു. ആ സ്നേഹമാണ് VS ജനങ്ങൾക്ക് പകർന്നു നൽകിയ സ്നേഹവും കരുതലുമാണ് ജനങ്ങൾ തിരിച്ചു നൽകുന്നത്. സൂര്യനെല്ലി കേസിൽ ആ പെൺകുട്ടിക്ക് ജുഡീഷ്യറിയിൽ നിന്ന് പോലും തിരിച്ചടി നേരിട്ടപ്പോൾ അവിടെ കാവലാളായി നിന്നത്, അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് VS ആണ് എന്ന സൂസന്റെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടതാണ്. അവർ ആ രഹസ്യം പുറത്തു പറയും വരെ ആരും അതിനെക്കുറിച്ച് അറിഞ്ഞില്ല. തൻ്റെ പെൻഷൻ കാശിൻ്റെ ഒരു ഭാഗം 1 ലക്ഷം രൂപ ആ പെൺകുട്ടിക്ക് വേണ്ടി തന്നുകൊട്ട് തൻ്റെ അപ്പൂപ്പൻ തരുന്നതാണ് എന്ന് പറഞ്ഞ VSനെ കുറിച്ച് അതുവരെ ആരും അറിഞ്ഞില്ല. VSന്റെ ആ കരുതൽ ആരും അറിഞ്ഞില്ല. അങ്ങനെ പുറം ലോകം അറിയാതെ എത്ര കരുതലിൻ്റെ ശേഷിപ്പുകൾ VS ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഈ കൂടി നിൽക്കുന്ന മനുഷ്യരിൽ എത്ര പേർ അത് അനുഭവിച്ചിട്ടുണ്ടാകും എന്നത് നമുക്കറിയില്ല.